ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ്. എല്ലാവർക്കും രാജേഷ് മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്നുള്ള ചാപ്റ്ററാണ് പഠിക്കുന്നത്. കണ്ടിന്യൂസ് എന്താണ്, ബൗണ്ടഡ് എന്താണ്, ബൗണ്ടഡ്നെസ് തിയറം എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി അല്ലേ? പിന്നെ മാക്സിമ മിനിമ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കൂടാതെ തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം എല്ലാവരും അത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ലൊക്കേഷൻ, റൂട്ടിൻ്റെ ലൊക്കേഷൻ കാണാൻ പറ്റുന്ന ഒരു തിയറം അല്ലേ? നമ്മളിന്ന് മറ്റൊരു തിയറത്തിലേക്കാണ് നമ്മളിന്ന് എടുക്കാൻ പോണത്. ബോൾസാനോസ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം. നമ്മളിതിനകത്ത് ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം യൂസ് ചെയ്യുന്നുണ്ട്. ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബോൾസാനോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം, ബോൾസാനോസ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകണം. നമുക്കതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാം. ഇവിടെ let I be an interval and let f from I to r be continuous on I. If a comma b belong to I and if k belongs to r satisfies f of a less than k less than f of b, then there exists a point c belongs to I between a and b such that f of c equals k. അതായത് നമ്മളിവിടെ I എന്നുള്ള ഇൻ്റർവെൽ തന്നിട്ടുണ്ട്. ഐ എന്നുള്ളതൊരു ഇൻ്റർവെല്ലാണ്. ഐയിൽ നിന്നും ആറിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യേണ്ടത് സ്മോൾ എഫ് അല്ലെങ്കിൽ എഫ്. ആ എഫ് കണ്ടിന്യൂസ് ആണ്. ഐക്കകത്ത് ഐയിൽ കണ്ടിന്യൂസ് ആണ്. ഇനി ഐയിനകത്തുനിന്ന് നമ്മൾ രണ്ട് എലമെൻറ്റുകൾ എടുക്കുകയാണ്, എയും ബിയും, രണ്ട് റിയൽ നമ്പറുകൾ എടുക്കുകയാണ്. കൂടാതെ കെ എന്ന മറ്റൊരു റിയൽ നമ്പർ ഉണ്ട്. എന്താ കെൻ്റെ പ്രത്യേകത? കെ ലൈസ് ബിറ്റ്വീൻ എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി. എഫ് ഓഫ് എൻ്റെയും എഫ് ഓഫ് ബിൻ്റെയും ഇടയിലാണ് കെ. അങ്ങനെയാണെങ്കിൽ then there exists a point c belongs to I. നമ്മൾ ഈ ഇൻ്റർവെല്ലിൽ ഒരു സി കാണാം. എങ്ങനെ കാണാം? ഏതിൻ്റെ ഇടയിൽ കാണാം? ഈ എൻ്റെയും ബിൻ്റെയും ഇടയിൽ ഒരു സി കാണാം. such that f of c is equal to k. നമ്മൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ ദാ നമ്മളിങ്ങനെ വരയ്ക്കുകയാണ്. അപ്പോൾ ഇതാണ് ഐ, ഇവിടെ മുതൽ ഇതുവരെയുള്ളതാണ് ഐ. ഐ എന്നുള്ളത് ഇൻ്റർവെല്ലാണ്, ക്ലോസ്ഡ് ആണോ അങ്ങനെ തന്നിട്ടില്ല, ഇൻ്റർവെല്ലാണ്. ഐ എന്നുള്ളത് ഒരു ഇൻ്റർവെല്ലാണ്. നമ്മൾ ഐക്കകത്തുനിന്ന് രണ്ട് എലമെൻറ്റുകൾ എടുക്കുകയാണ്, എയും ബിയും എടുക്കുകയാണ്. എ ബി എന്നുള്ളത് രണ്ട് എലമെൻറ്റുകളാണ്. എയും ബിയും രണ്ട് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കാം? ഇപ്പോൾ വരച്ചത് പ്രകാരം എനേക്കാൾ വലുതാണ് ബി അല്ലേ? അല്ലെങ്കിൽ ബിനേക്കാൾ വലുത് എ ആവാം. അതുകൊണ്ട് തന്നെ ഈ തിയറത്തിൻ്റെ പ്രൂഫിനകത്ത് രണ്ട് കേസിൽ പ്രൂവ് ചെയ്ത് പോകണം. അപ്പോൾ എന്തായാലും രണ്ട് എലമെൻറ്റുകളാണ് എയും ബിയും. ഏത് വലുത് ഏത് ചെറുതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ വരച്ചത് പ്രകാരം എനേക്കാൾ വലുതാണ് ബി. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. ഐയിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു, ഐ ഇങ്ങനെ ക്ലോസ്ഡ് ആവണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഐ എന്നുള്ളൊരു ഇൻ്റർവൽ, അതിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ തൽക്കാലം ഇങ്ങനെ വരയ്ക്കുകയാണ്. അപ്പോൾ എങ്ങനെയാവാം? ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരയ്ക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, ഇത് എ ആണെങ്കിൽ ഇതാണ് എഫ് ഓഫ് എ അല്ലേ? ഇത് എഫ് ഓഫ് എ ആണ്. ഈ പോയിന്റ് അല്ലെങ്കിൽ ഹൈറ്റ് ഒക്കെ എഫ് ഓഫ് എ ആണ്. ഇത് ബി ആണെങ്കിൽ ഇതാണ് എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ അല്ലേ? ഈ ഹൈറ്റ് അല്ലെങ്കിൽ ആ പോയിന്റ് അതാണ് എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഐ എന്നത് ഒരു ഇൻ്റർവെൽ, ഐക്കകത്ത് രണ്ട് എലമെൻറ്റുകളാണ് എയും ബിയും. കൂടാതെ എഫ് എന്നത് ഐയിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. കൂടാതെ കെ എന്നുള്ളൊരു റിയൽ നമ്പർ ഉണ്ട്. കെൻ്റെ പ്രത്യേകം എന്താ? കെ എന്നുള്ള റിയൽ നമ്പർ എഫ് ഓഫ് എ ലെസ് ദാൻ കെ ലെസ് ദാൻ എഫ് ഓഫ് ബി ആണ്. എഫ് ഓഫ് എൻ്റെയും എഫ് ഓഫ് ബിൻ്റെയും ഇടയിലാണ് കെ. യഥാർത്ഥത്തിൽ ഇത് ഇങ്ങോട്ട് മാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് എഫ് ഓഫ് എ ആയിട്ട് എഴുതാം, ഇത് എഫ് ഓഫ് ബി ആയിട്ട് വരും. അപ്പോൾ എഫ് ഓഫ് എൻ്റെയും എഫ് ഓഫ് ബിൻ്റെ ഇടയിലാണ് ഒരു കെ ചൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കെ ചൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ ഒരു കെ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിത്രത്തിൽ ഈ സീലിൽ പറയുമ്പോൾ ഞാൻ അങ്ങനെ പറയുന്നുണ്ട് മാത്രം. അപ്പോൾ എഫ് ഓഫ് എൻ്റെയും എഫ് ഓഫ് ബിൻ്റെയും ഇടയിൽ ഒരു കെ നമ്മൾ ചൂസ് ചെയ്തു. ഒരു ആർബിട്രറി കെ ഏതും ആവാം. എഫ് ഓഫ് എൻ്റെയും എഫ് ഓഫ് ബിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ഒരു കെ ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നോക്കൂ, അങ്ങനെയാണെങ്കിൽ then there exists, അങ്ങനെയാണെങ്കിൽ ആർ എക്സിസ്റ്റും ഒരു പോയിന്റ് എക്സിസ്റ്റും, സി എന്നുള്ളൊരു പോയിന്റ് ഐയിൽ എക്സിസ്റ്റും. എവിടെ എക്സിസ്റ്റും? എൻ്റെയും ബിൻ്റെയും ഇടയിൽ എക്സിസ്റ്റും. എൻ്റെയും ബിൻ്റെയും ഇടയിൽ ഒരു സി എക്സിസ്റ്റും. എങ്ങനെ എക്സിസ്റ്റും? ആ സീൻ്റെ ഇമേജ് കെ ആവുന്ന തരത്തിൽ. ഇത് സി ആണെങ്കിൽ ഈ സീൻ്റെ ഇമേജ് ആണ് എഫ് ഓഫ് സി, അത് കെ ആവുന്ന തരത്തിൽ. അതായത് കെക്ക് ഒരു പ്രീ ഇമേജ്, അല്ലെങ്കിൽ സീൻ്റെ ഇമേജ് കെ ആവുന്ന തരത്തിലൊരു സി എക്സിസ്റ്റും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഐ എന്നതൊരു ഇൻ്റർവെല്ലാണ്. ഐ എന്നുള്ളതൊരു ഇൻ്റർവെല്ലാണ്. ആ ഇൻ്റർവെല്ലിനകത്തെ രണ്ട് പോയിന്റുകളാണ് എയും ബിയും. ഈ ഇൻ്റർവെല്ലിൽ നിന്ന് ഡിഫൈൻ ചെയ്യുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് എഫ് അല്ല? ബ്രേക്ക് വരാത്തൊരു ഒരു ഫംഗ്ഷൻ, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് എഫ്.
കൂടാതെ കെ എന്നുള്ളത് ഒരു റിയൽ നമ്പറാണ്. എന്താ കെ ന്റെ പ്രത്യേകത? കെ എന്നുള്ളത് എഫ് ഓഫ് എൻ്റെയും എഫ് ഓഫ് ബിൻ്റെയും ഇടയിലാണ് കെ. അങ്ങനെയാണെങ്കിൽ ആ കെ ഇമേജ് ആവുന്ന തരത്തിൽ ഒരു സി ഐക്കകത്ത് കാണാം. എവിടെ കാണാം? ഐക്കകത്ത് എൻ്റെയും ബിൻ്റെയും ഇടയിൽ കാണാം സി. സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു കെ. അതായത് സീൻ്റെ ഇമേജ് കെ ആവുന്ന തരത്തിൽ. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. മനസ്സിലായി? ഒന്നുകൂടി വായിക്കാം. ലെറ്റ് ഐ ബി എൻ ഇന്റർവൽ ആൻഡ് ലെറ്റ് എഫ് ഫ്രം ഐ ടു ആർ ബി കണ്ടിന്യൂസ് ഓൺ ഐ. If a comma b belong to I and if k belongs to R satisfies f of a less than k less than f of b, then there exists a point C belongs to I between a and b such that f of c is equal to k. ക്ലിയർ ആണല്ലോ? ഇതാ ഈ തിയറത്തിനാണ് നമ്മൾ ബോൾസാനോസ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം എന്ന് പറയുന്നത്. എല്ലാവർക്കും സ്റ്റേറ്റ്മെന്റ് തറോ എന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രൂഫിലേക്ക് പോവാം. പ്രൂഫിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എയും ബിയും രണ്ട് റിയൽ നമ്പറുകളാണ്. ഐക്കകത്തെ രണ്ട് റിയൽ നമ്പറുകളാണ് എയും ബിയും. ഞാൻ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ ലെസ് ദാൻ ബി എന്നോ അങ്ങനെയൊന്നും തന്നിട്ടില്ല. ഏതാണ് വലുത് ഏതാണ് ചെറുത് തന്നിട്ടില്ല. രണ്ട് റിയൽ നമ്പറുകൾ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ രണ്ട് പോസിബിലിറ്റി നമ്മൾ എടുക്കണം. ഒന്ന് എ ലെസ് ദാൻ ബി, ഒന്ന് എ ഗ്രേറ്റർ ദാൻ ബി. എ ഈക്വൽസ് ബി എടുക്കണ്ട, കാരണം അത് എ ഈക്വൽസ് ബി ആവില്ല. കാരണം നമ്മുടെ എഫ് ഓഫ് എ എഫ് ഓഫ് ബി ഒക്കെ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആണ്. അപ്പോൾ ഒരിക്കലും എയും ബി ഈക്വൽ ആവില്ല. ഈക്വൽ ആയി കഴിഞ്ഞാൽ രണ്ടും ഫംഗ്ഷൻ അല്ലാതെയൊക്കെ ആയിപ്പോവും. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് പോസിബിലിറ്റി നമ്മൾ പറയണം. ഒന്ന് എ ലെസ് ദാൻ ബി അല്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി. ശരിയല്ലേ? അയക്കാത്ത രണ്ട് റിയൽ നമ്പറുകളാണ് എയും ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഒന്നുകിൽ എ എന്നുള്ളത് ബിക്ക് താഴെ ആയിരിക്കാം, അല്ലെങ്കിൽ എ എന്നുള്ളത് ബിക്ക് മുകളിലായി ആയിരിക്കാം. ഈക്വൽ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ ഇത് പ്രൂവ് ചെയ്ത് പോകണം. അപ്പോൾ ആദ്യത്തെ കേസ് എ ലെസ് ദാൻ ബി. എ ലെസ് ദാൻ ബി എന്ന് വിചാരിക്കാം. എ ലെസ് ദാൻ ബി ആണ്. പിന്നെ നമുക്ക് തന്നത് എന്താ? നമ്മൾ എഫ് കണ്ടിന്യൂസ് ആണ് അല്ലേ? എഫ് കണ്ടിന്യൂസ് തന്നിട്ടുണ്ട്. പിന്നെ എഫ് ഓഫ് എ ലെസ് ദാൻ കെ ലെസ് ദാൻ എഫ് ഓഫ് ബി തന്നിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ എഴുതുകയാണ്. എഫ് ഓഫ് എ ലെസ് ദാൻ കെ ലെസ് ദാൻ എഫ് ഓഫ് ബി ഇങ്ങനെ എഴുതുകയാണ്. എഫ് ഓഫ് എ ലെസ് ദാൻ കെ ലെസ് ദാൻ എഫ് ഓഫ് ബി എന്ന് എഴുതുകയാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇനി പ്രൂവ് ചെയ്യേണ്ടത് എന്താ? പ്രൂവ് ചെയ്യേണ്ടത് ഈ കെ ഇമേജ് ആയി വരുന്ന ഒരു സി ഐയിലുള്ള എൻ്റെയും ബിൻ്റെയും ഇടയിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ആ സീൻ്റെ ഇമേജ് കെ ആണെന്ന് പ്രൂവ് ചെയ്യണം. അത്തരത്തിലൊരു സി ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. മനസ്സിലായോ? ഒരു സി എക്സിസ്റ്റ് ചെയ്യുന്നു. ആ സീൻ്റെ ഇമേജ് ഈ എഫ് ഓഫ് എൻ്റെയും എഫ് ഓഫ് ബിൻ്റെയും ഇടയിലുള്ള കെ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മളത് പ്രൂവ് ചെയ്യാൻ തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം അത് യൂസ് ചെയ്യണം. ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ചെറുതായിട്ട് ഇവിടെ സിമ്പിളായിട്ട് എഴുതാം. നമ്മളവിടെ പഠിച്ചത് ഇത് തന്നെയാണ്. അവിടെ ഐ എന്നുള്ളത് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ എ കോമ ബി ആയിരുന്നു. കൂടാതെ എഫ് എന്നത് ഐയിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരുന്നു അല്ലേ? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരുന്നു. കണ്ടിന്യൂസ് ഓൺ ഐ ഞാൻ ഷോർട്ടായിട്ട് ഇവിടെ എഴുതണ്ടേ. കണ്ടിന്യൂസ് ആയിരുന്നു. കൂടാതെ നോക്കൂ, ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അല്ലേ? എഫ് ഓഫ് എ ലെസ് ദാൻ 0 ലെസ് ദാൻ എഫ് ഓഫ് ബി. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. തിരിച്ചുണ്ടായിരുന്നു കേട്ടോ. എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ 0 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് ബി എന്നുണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും ഒരു കേസ് എടുത്തിട്ട് പ്രൂവ് ചെയ്താൽ മതി. നമ്മൾ ഈ കേസ് എടുത്താണ് മുന്നോട്ട് പോയിട്ടുള്ളത്. എഫ് ഓഫ് എ ലെസ് ദാൻ 0 ലെസ് ദാൻ എഫ് ഓഫ് ബി. അതായത് എ ബി ഇവിടെ ഐ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റർവെൽ എ കോമ ബിക്ക് ഈക്വൽ ആണ്. നമ്മളുടെ തിയറത്തിൽ ഐ എന്നുള്ളത് ഒരു ഇന്റർവെൽ ആണ്. അതിനകത്ത് രണ്ട് പോയിന്റ് എയും ബിയും ഉള്ളൂ. മനസ്സിലായോ? ഇവിടെ കൃത്യമായി തന്നിട്ടുണ്ട്. അതായത് ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായി തന്നിട്ടുണ്ട്. ഐൻ്റെ ലെഫ്റ്റ് എൻഡ് എ ആണ്, റൈറ്റ് എൻഡ് ബി ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് ഉള്ള ഇമേജ് ദാറ്റ് മീൻസ് എഫ് ഓഫ് എ നെഗറ്റീവ് ആണ്, 0ക്ക് താഴെയാണ്. റൈറ്റ് സൈഡ് 0ക്ക് മുകളിലാണ്. നമ്മൾ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ക്ലോസ്ഡ് ഇന്റർവെൽ എ കോമ ബി ആണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എഫ് കണ്ടിന്യൂസ് ആണ്. ഇതിനകത്ത് എഫ് കണ്ടിന്യൂസ് ആണ്. എഫ് കണ്ടിന്യൂസ് ആണ്, ബ്രേക്ക് ഇല്ല. കൂടാതെ എഫ് ഓഫ് ഇ എന്നുള്ളത് നെഗറ്റീവ് ആണ്. അതാണ് ഞാൻ എക്സ് ആക്സിന് താഴെ വരച്ചത്. എഫ് ഓഫ് ഇ എന്നുള്ളത് നെഗറ്റീവ് ആണ്, എഫ് ഓഫ് ബി എന്നുള്ള പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സി കാണാം അല്ലേ? അതിനാണെങ്കിൽ ഒരു സി കാണാം. സി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? ഈ എഫ് കടന്നുപോയ അല്ലെങ്കിൽ എക്സ് ആക്സിനെ കട്ട് ചെയ്ത് പോയ പോയിന്റ്, ഇന്റർസെക്ട് ചെയ്ത് പോയ പോയിന്റ് ആണ് സി എന്ന് പറഞ്ഞാൽ. പിന്നെ ആ സീൻ്റെ പ്രത്യേകം എന്താ? എഫ് ഓഫ് സി 0 ആയിരിക്കും. എഫ് ഓഫ് സി 0 ആയിരിക്കും. ഇത്രയും നമ്മളുടെ ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയർ ആണ് അല്ലേ? ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയർ ആണ്. അതായത് ഐ എന്നുള്ളത് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ എ കോമ ബി, എഫ് എന്നത് ഐയിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ. കൂടാതെ എഫ് ഓഫ് എ നെഗറ്റീവ്, എഫ് ഓഫ് എ 0ക്ക് താഴെ, എഫ് ഓഫ് ബി പോസിറ്റീവ്. എഫ് ഓഫ് എ 0ക്ക് താഴെ, എഫ് ഓഫ് ബി പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെയും ബിൻ്റെയും ഇടയിൽ ഒരു സി കാണാം. എങ്ങനെ കാണാം? എഫ് ഓഫ് സി ഈക്വൽ ടു 0. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഞാനിവിടെ
ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകണം. ജി ഓഫ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകണം. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഫ് ഓഫ് എക്സ്, നമുക്ക് എഫ് തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് മൈനസ് കെ, എഫ് ഓഫ് എക്സ് മൈനസ് കെ എന്നുള്ളൊരു ഫംഗ്ഷനാണ്. തൽക്കാലം ഞാൻ റഫ് ചിത്രം വരയ്ക്കുന്നുണ്ട്, കറക്റ്റ് ഒന്നുമല്ല, ഒരു റഫായിട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് എങ്കിൽ ഇങ്ങനെയാണ് വിചാരിച്ചോ, ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതാണ് ഐ, ഞാൻ നേരത്തെ പറഞ്ഞു ഐ എന്നുള്ളത് ക്ലോസ്ഡോ ഓപ്പൺ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു ഇൻ്റർവെൽ മാത്രം. ഇതിനകത്ത് നമ്മൾ എ ചൂസ് ചെയ്യണം. നമ്മൾ അസംഷൻ പ്രകാരം എ ലെസ് ദാൻ ബി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ എ വരയ്ക്കണം, പുറത്ത് ബി വരയ്ക്കണം, അല്ലേ, ബി വരയ്ക്കണം. പിന്നെ കർവിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇതിന് പ്രകാരം എഫ് ഓഫ് എനേക്കാൾ വലുത് കെ, കെനേക്കാൾ വലുത് എഫ് ഓഫ് ബി. തൽക്കാലം ഞാൻ അങ്ങനെ ഒരു റഫ് ഫിഗർ വരയ്ക്കുകയാണ്, ഇങ്ങനെ തന്നെ വരയ്ക്കുകയാണ്, ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് പ്രകാരം എഫ് ഓഫ് എനേക്കാൾ എന്താണ് എഫ് ഓഫ് എ എന്നുള്ളത്, അതിനേക്കാൾ വലുത് എഫ് ഓഫ് ബി, അതിനേക്കാൾ വലുത് എഫ് ഓഫ് ബി. ഇതിനിടയിലാണ് കെ ചൂസ് ചെയ്തത്, ഇതിനിടയിലാണ് കെ ചൂസ് ചെയ്തത്. കെ എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ്, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പറയാം, ഈ ഉയരം അങ്ങനെ വേണമെങ്കിൽ പറയാം. ഈ പോയിന്റ് കെ എന്ന് പറഞ്ഞാൽ ഏകദേശം അതിൻ്റെ ഹൈറ്റ്, ഇവിടുന്ന് അങ്ങോട്ടുള്ള ഹൈറ്റ് കെ ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഇതേ ഐയിൽ തന്നെ നമ്മളെ എഫ് ഡിഫൈൻ ചെയ്ത ഇൻ്റർവെൽ ഏതാ ഐ ആണ്, അതേ ഐയിൽ തന്നെ ജി എന്നുള്ളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. എങ്ങനെ ജി ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യണത്? എഫ് ഓഫ് എക്സ് മൈനസ് കെ എന്നുള്ളതാണ് ഡിഫൈൻ ചെയ്യുന്നത്. ജിയും ഡിഫൈൻ ചെയ്യുന്നത് ഇവിടെ നിന്ന് എങ്ങോട്ടാ? ജിയും ഡിഫൈൻ ചെയ്യുന്നത് ഐയിൽ നിന്ന് ആറിലേക്ക് തന്നെയാണ്. ജിയും ഐയിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? എഫ് ഓഫ് എക്സ് മൈനസ് കെ എന്നാണ്, എഫ് ഓഫ് എക്സ് മൈനസ് കെ എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മൾ ജിയും കണ്ടിന്യൂസ് ആണ് ഐയിൽ. ജി ഈസ് കണ്ടിന്യൂസ് ഓൺ, നമുക്ക് പറയാൻ പറ്റും ജി ഈസ് കണ്ടിന്യൂസ്, ജി ഈസ് കണ്ടിന്യൂസ്, ജി ഈസ് കണ്ടിന്യൂസ് ഓൺ ഐ. ജി എന്നുള്ളത് കണ്ടിന്യൂസ് ആവും. കാരണം എന്താ? കാരണം ജി ഓഫ് എക്സ് എന്നത് എഫ് ഓഫ് എക്സ് മൈനസ് കെ എന്നാണ്. അതായത് എഫ് ഓഫ് എക്സ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, കെ എന്നുള്ളത് കോൺസ്റ്റന്റാണ്, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ് കെ എന്ന് പറഞ്ഞാൽ, അല്ലേ, ഒരു കോൺസ്റ്റന്റ് ആണ് കെ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അല്ല ഇപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, നമുക്കറിയാം കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ്. അപ്പോൾ ഇവിടെ നോക്കൂ, എഫ് ഓഫ് എക്സും കണ്ടിന്യൂസ് ആണ്, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയ കെയും കണ്ടിന്യൂസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന്റെ സമ്മ്, ഡിഫറൻസ്, പ്രൊഡക്റ്റ്, ക്വഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. ക്വഷ്യനിലാകുമ്പോൾ നമുക്കറിയാം താഴെ 0 ആവരുത് എന്നുള്ള കണ്ടീഷനാണ് ലിമിറ്റ് എടുക്കുമ്പോൾ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്, കെ എന്നുള്ളത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്. എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് തന്നതാണ്, എഫ് ഓഫ് എക്സ് എഫ് കണ്ടിന്യൂസ് തന്നതാണ്. കെ എന്നുള്ളത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എല്ലാം കണ്ടിന്യൂസ് ആണ്. രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസും കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് ജി എന്നുള്ളത് കണ്ടിന്യൂസ് ആണ്. മനസ്സിലായോ? ജി എന്നത് എന്താ? ജി ഇസ് ദി ഡിഫറൻസ് ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസ് ആണ് ജി എന്ന് പറഞ്ഞത്. സോ ജി ഈസ് കണ്ടിന്യൂസ്, ജിയും ഐയിലെ കണ്ടിന്യൂസ് ആണ്. ജി ഈസ് കണ്ടിന്യൂസ് ഓൺ ഐ. ഇത്രയും മനസ്സിലായല്ലോ, ജി ഈസ് കണ്ടിന്യൂസ് ഓൺ ഐ. ഇനി നമ്മൾ ആക്ച്വലി ഇതിൽ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും വരിക? എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് എന്ന് കെ കുറച്ചതാണ്. നമുക്കറിയാം ഇതാണ് എഫ് ഓഫ് എക്സുകൾ, ഇതാണ് എഫ് ഓഫ് എക്സുകൾ, അല്ലേ. ഇപ്പോൾ ഐനകത്ത് എക്സുകൾക്ക് വരുന്ന ഇതൊക്കെ എക്സുകളാണ്, ഐക്കകത്ത് എക്സുകളാണ് ഇത്. ആ എക്സുകൾക്ക് വരുന്ന എഫ് ഓഫ് എക്സുകൾ ഇതാണ്. ഇതിൽ നിന്നെല്ലാം ഞാൻ കെ കുറയ്ക്കുകയാണ്, എല്ലാ എഫ് ഓഫ് എക്സിൽ നിന്ന് കെ കുറയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം കെയിൽ നിന്ന് കെ കുറച്ച് എന്ത് കിട്ടും? 0 വരും. ഇവിടുന്ന് കെയിൽ നിന്ന് കെ കുറച്ച് 0 വരും. അപ്പോൾ നമ്മൾ എല്ലാറ്റിൽ നിന്നും ഈ അകലമാണ് കുറയ്ക്കുന്നത്, ശരിയല്ലേ? ഈ കെ ആണ് എല്ലാ പോയിന്റിൽ നിന്നും കുറയ്ക്കുന്നത്, എല്ലാ പോയിന്റിൽ നിന്നും ഈ കെ ആണ് കുറയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഫിഗർ ഇങ്ങനെ വരിക, ഏകദേശം ഇങ്ങനെ വരും. എല്ലാറ്റിൽ നിന്നും കെ കുറയ്ക്കുകയാണ്. ഇവിടുന്ന് കെ കുറച്ചു, ഇവിടുന്ന് കെ കുറച്ച് അവിടെ എത്തും, അടുത്തുനിന്ന് കെ കുറച്ചു, എല്ലാറ്റിനും കെ കുറയ്ക്കുമ്പോൾ ഏകദേശം നമ്മളെ ഫിഗർ ഇങ്ങനെ വരും. ഈ ഷേപ്പാണ് വരിക, ഇതാ വരിക, ഇതാണ് നമ്മളെ ഫിഗർ വരിക. അതിൻ്റെ പുതിയ പേരെന്താ? ജി ഓഫ് എക്സ്. ഈ കർവിൻ്റെ പേര് ജി ഓഫ് എക്സ് ആണ്, ശരിയല്ലേ? ഇങ്ങനെയാണ് വരുന്നത്. എല്ലാറ്റിനും കെന്ന് കെ കുറച്ച് 0-ലെത്തും, ഇവിടെ തന്നെ എത്തും. ഇവിടുന്ന് കെ കുറച്ചു, അതായത് ഇത് കെ ആണ്, ഈ ഡിസ്റ്റൻസ് ഒക്കെ കെ ആണ്. എല്ലാ പോയിന്റിൽ നിന്ന് ഞാൻ കെ ആണ് സബ്ട്രാക്ട് ചെയ്തത്. അപ്പോൾ മറ്റൊരു ഫംഗ്ഷൻ കിട്ടി. അതായത് എഫ് ഓഫ് എക്സുകളിൽ നിന്ന് ഈ എഫ് ഓഫ് എക്സുകളിൽ നിന്നൊക്കെ ഞാൻ കെ സബ്ട്രാക്ട് ചെയ്ത് അപ്പോൾ കിട്ടിയ പുതിയ ഫംഗ്ഷനാണത് ജി ഓഫ് എക്സ്. അപ്പോൾ ഇതാണ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ, അല്ലേ, ഇതാണ് ജി ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ജി ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ് നമ്മൾ മനസ്സിലാക്കി. ഇനി എയിലുള്ള ജീൻ്റെ ഇമേജ് നോക്കാം, എയിലുള്ള ജീൻ്റെ ഇമേജ്, അതായത് ജി ഓഫ് എ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു പാർട്ട് എടുക്കുക, ഈ ഒരു പാർട്ട് എടുക്കുക. ഇവിടെ നമുക്കറിയാം, ഞാനിവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എ കൊടുക്കുമ്പോൾ ജി ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എ മൈനസ് കെ ആണ്, അല്ലേ? ജി ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എ മൈനസ് കെ ആണ്. ജി ഓഫ് എ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്ത് എ കൊടുത്താൽ ജി ഓഫ് എ ഈക്വൽസ് എഫ് ഓഫ് എ മൈനസ് കെ എന്ന് കിട്ടും.
അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് എഫ് ഓഫ് എ ലെസ് ദാൻ കെ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എ ലെസ് ദാൻ കെ തന്നിട്ടുണ്ട്. ഞാൻ ആ കഷ്ണം എടുത്ത് എഴുതി. രണ്ട് സൈഡിലും കെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ വരിക? രണ്ട് സൈഡിലും കെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് എ മൈനസ് കെ ലെസ് ദാൻ കെ മൈനസ് കെ എന്ന് പറഞ്ഞാൽ 0. രണ്ട് സൈഡിൽ നിന്നും കെ സബ്ട്രാക്ട് ചെയ്യണം. എഫ് ഓഫ് എയിൽ നിന്ന് കെ സബ്ട്രാക്ട് ചെയ്ത് എഫ് ഓഫ് എ മൈനസ് കെ, കെയിൽ നിന്ന് കെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. ചുരുക്കി പറഞ്ഞാൽ എഫ് ഓഫ് എ മൈനസ് കെ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0 ആണ്. മനസ്സിലായ? എഫ് ഓഫ് എ മൈനസ് കെ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0 ആണ്. അതായത് ജി ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എ മൈനസ് കെ ആണ്, അത് ലെസ് ദാൻ 0 കിട്ടി. ക്ലിയർ ആണല്ലോ? ചിത്രത്തിൽ നോക്കൂ, ഇതാണ് എ, ഇത് എ ആണ്. അപ്പോൾ ജി ഓഫ് എ എന്ന് പറഞ്ഞാൽ താഴത്തോട്ടാണ്, എക്സ് ആക്സിന് താഴെയാണ്, നെഗറ്റീവ് ആണ് അല്ലേ? നെഗറ്റീവ് ആണ്. ഇനി ജി ഓഫ് ബി നോക്കാം. ഇതാണ് ജി. എഫ് ഓഫ് എക്സുകളിൽ നിന്ന് എല്ലാ എഫ് ഓഫ് എക്സിൽ നിന്നും കെ കുറച്ച് കിട്ടിയ പുതിയ ചിത്രമാണ് ഈ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജി ഓഫ് ബി പോസിറ്റീവ് ആണോ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ജി ഓഫ് ബി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? ജി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ സ്ഥാനത്ത് ബി കൊടുത്ത ജി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ബി മൈനസ് കെ ആണ്. എഫ് ഓഫ് ബി മൈനസ് കെ ആണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ മുകളിലത്തെ കഷ്ണം എടുത്താൽ മതി. ഈ പാർട്ട് എടുക്കുക. ആ പാർട്ട് എടുക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ കെനേക്കാൾ വലുതാണ് അല്ലേ? എഫ് ഓഫ് ബിനേക്കാൾ എഫ് ഓഫ് ബി എന്നത് കെനേക്കാൾ വലുതാണ്. കെനേക്കാൾ വലുതാണ് എഫ് ഓഫ് ബി. കെനേക്കാൾ വലുതാണ് എഫ് ഓഫ് ബി. നമ്മൾ നേരത്തെ ചെയ്ത പോലെ രണ്ട് സൈഡിലും കെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ വരിക? രണ്ട് സൈഡിലും കെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് ബി മൈനസ് കെ ഗ്രേറ്റർ ദാൻ, ഇവിടെയും കെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 വരും. രണ്ടും കൂടി കെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇതിന് കെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് ബി മൈനസ് കെ കിട്ടും, ഇതിന് കെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 കിട്ടും. അപ്പോൾ എഫ് ഓഫ് ബി മൈനസ് കെ എന്നുള്ളത് പോസിറ്റീവ് ആണ് അല്ലേ? എഫ് ഓഫ് ബി മൈനസ് കെ എന്നുള്ളത് പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ജി ഓഫ് ബി പോസിറ്റീവ് ആണ് കിട്ടി. ചിത്രത്തിൽ അങ്ങനത്തെയാണ് ബിന്റെ ഇമേജ് ആയിട്ടുള്ള ജി ഓഫ് ബി പോസിറ്റീവ് ആണ് അല്ലേ? ജി ഓഫ് ബി പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ജിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ജി എന്തൊക്കെയാണ്? ജി എന്നുള്ളത് ഐയിൽ നിന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഐയിൽ നിന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഐയിൽ നിന്ന് ഡിഫൈൻ ചെയ്യുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ഈ ക്ലോസ്ഡ് ഇന്റർവെല്ലേക്കുമ്പോൾ ബി എന്നും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ക്ലോസ്ഡ് അല്ല, എ മുതൽ ബി വരെയുള്ള സ്ഥലത്ത് ഇത് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ജി എന്നുള്ളത് കണ്ടിന്യൂസ് ആണ്. കൂടാതെ ജിന്റെ ലെഫ്റ്റ് എൻഡ്, അതായത് ജി ഓഫ് എ നെഗറ്റീവ് ആണ്, ലെഫ്റ്റ് എൻഡ് നെഗറ്റീവ് ആണ്, റൈറ്റ് എൻഡ് പോസിറ്റീവ് ആണ്. ഈ ജി കണ്ടിന്യൂസ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ബ്രേക്ക് വരില്ല. ഇതാ ഇങ്ങനെ സ്മൂത്ത് കർവ്, അങ്ങനെ ബ്രേക്ക് വരില്ല. എവിടെയും ഷാർപ്പ് അടിച്ച് അങ്ങനെ ബ്രേക്ക് വരുന്ന ഇതല്ല. അപ്പോൾ ജി എന്നുള്ളത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ബ്രേക്ക് വരാത്തൊരു കർവാണ്. അതിന്റെ ലെഫ്റ്റ് എൻഡ് നെഗറ്റീവ്, റൈറ്റ് എൻഡ് പോസിറ്റീവ്. നോക്കൂ, നമ്മൾ ലൊക്കേഷൻ റൂട്ട് തിയറം പഠിച്ചത് തന്നെയല്ലേ? ഈ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. കൂടാതെ ആ കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ലെഫ്റ്റ് എൻഡ് നെഗറ്റീവ്, റൈറ്റ് എൻഡ് പോസിറ്റീവ് അല്ലേ? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ബ്രേക്ക് വരുന്നില്ല അല്ലേ? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ബ്രേക്ക് വരുന്നില്ല. ഒരു സിമ്പിൾ ആയിട്ട് സ്മൂത്ത് കർവ് എന്ന് പറയാൻ പറ്റില്ല. സ്മൂത്ത് എന്ന് പറഞ്ഞ ഡെഫിനിഷനൊക്കെ വേറെയാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന സ്മൂത്ത് എന്ന് സാധാരണ അങ്ങനത്തെ ഒരു ഇതിൽ ചിന്തിക്കുന്നത്. സ്മൂത്ത് കർവ്, സ്മൂത്ത് ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ ഡെഫിനിഷനൊക്കെ ആയിപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ബ്രേക്ക് ഇല്ലാത്തൊരു കർവ്, അത്ര അർത്ഥമുള്ളൂ. അപ്പോൾ ബ്രേക്ക് ഇല്ലാത്തൊരു കർവ്, കൂടാതെ ലെഫ്റ്റ് എൻഡ് നെഗറ്റീവ്, റൈറ്റ് എൻഡ് പോസിറ്റീവ്. ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറത്തിന് എല്ലാ കണ്ടീഷനും നമ്മൾ ഈ ജി ഓഫ് എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ അല്ലേ, then there exists നമ്മുടെ എഴുതണ്ടേ, then there exists, എക്സിസ്റ്റ് ചെയ്യും, then there exists C. ഒരു സി കാണാം. എവിടെ കാണാം? എൻ്റെയും ബിൻ്റെയും ഇടയിൽ. നമ്മൾ ലൊക്കേഷൻ റൂട്ട്സ് തിയറം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൊക്കേഷൻ റൂട്ട്സ് തിയറം പ്രകാരം നമ്മളെ കർവ് അല്ലെങ്കിൽ നമ്മളെ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ആവുകയും ലെഫ്റ്റ് എൻഡിൽ നെഗറ്റീവ് ആവുകയും, അതായത് എയിൽ, ഇവിടെ എ ഇതാണ്, എയിൽ നെഗറ്റീവ് ആവുകയും ബിയിൽ പോസിറ്റീവ് ആവുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ എൻ്റെയും ബിൻ്റെയും ഇടയിൽ ഒരു സി കാണാം അല്ലേ? ഇങ്ങനെ ഒരു സി കാണാം. എങ്ങനെ കാണാം? ജി ഓഫ് സി ഈക്വൽസ് 0. ജി ഓഫ് സി ഈക്വൽ 0. ചിത്രത്തിൽ നോക്കുക, അങ്ങനെ തന്നെ അല്ലേ? അതായത് എയിൽ നെഗറ്റീവ്, ബിയിൽ പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് എക്സ് എക്സിനെ കട്ട് ചെയ്ത് പോകും. എന്തായാലും അത്തരത്തിലൊരു സി കാണാം. ഇതൊക്കെ ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഒരു സി കാണാം. എങ്ങനെ കാണാം? ജിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യണം ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം. അപ്പോൾ ജി ഓഫ് സി ഈക്വൽ 0 എന്ന തരത്തില്ലേ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി ആക്ച്വലി ജി ഓഫ് സി എന്താണെന്ന് നോക്കാം. ജി ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഞാനിത് മായ്ച്ചിട്ടുണ്ട്. ഇത് മായ്ച്ചിട്ടുണ്ട്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് മൈനസ് കെ ആണെങ്കിൽ വാട്ട് ഇസ് ജി ഓഫ് സി? ജി ഓഫ് സി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സി മൈനസ് കെ ആണ് അല്ലേ? ജി ഓഫ് സി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സി മൈനസ് കെ ആണ്. അതെന്താണ്? അത് നമുക്കിവിടെ കിട്ടി. ആ ജി ഓഫ് സി എന്ന് പറഞ്ഞാൽ 0 എന്ന് കിട്ടി അല്ലേ? ജി ഓഫ് സി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സി മൈനസ് കെ ആണ്. അത് നമുക്ക് ഇവിടുന്ന് കിട്ടി 0. ജി ഓഫ് സി ഈക്വൽ 0. അപ്പോൾ ഞാൻ എന്താണ് മായ്ച്ചിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് സി മൈനസ് കെ ഈക്വൽ 0. അതിന് എന്ത് കിട്ടി? എഫ് ഓഫ് സി ഈക്വൽ കെ എന്ന് കിട്ടി. ശരിയല്ലേ? എഫ് ഓഫ് സി ഈക്വൽ ടു കെ എന്ന് കിട്ടി. അതായത് നമ്മൾ സീൻ്റെ ഇമേജ് എഫ് ഓഫ് സി, ഇതാണ് എഫ് എ, ഇതാണ് എഫ്. അപ്പോൾ എഫ് ഓഫ് സി ഈക്വൽ ടു കെ എന്ന് കിട്ടി. ശരിയല്ലേ? ഇതാ എഫ് ഓഫ് സി ഈക്വൽ ടു കെ. സി ഏതിനിടയിലാണ്? എൻ്റെയും ബിൻ്റെയും ഇടയിലാണ്. അപ്പോൾ എൻ്റെയും ബിൻ്റെയും ഇടയിൽ ഒരു സി കിട്ടി. എങ്ങനെ കിട്ടി? എഫ് ഓഫ് സി ഈക്വൽസ് കെ.
എഫ് ഓഫ് സി ഈക്വൽസ് കെ. എല്ലാവരും ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എഫ് ഓഫ് സി ഈക്വൽ ടു കെ ആവുന്ന തരത്തിൽ ക്ലിയർ ആണോ? അപ്പോൾ നോക്കൂ, എഫ് എന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, ഐ എന്നുള്ളത് ഒരു ഇൻ്റർവെലാണ്. ആ ഐയിൽ എല്ലായിടത്തും എഫ് കണ്ടിന്യൂസ് ആണ്. എയും ബിയും രണ്ട് എലമെന്റുകളാണ് ഐക്കകത്ത്. നമ്മൾ ആദ്യത്തെ കേസ് ആയതുകൊണ്ട് എ ലെസ് ദാൻ ബി എന്ന് എടുത്തു. ഇനി കൂടാതെ കെ എന്നുള്ളൊരു റിയൽ നമ്പറിനെ പറ്റി എന്താ, എഫ് ഓഫ് എൻ്റെയും എഫ് ഓഫ് ബിൻ്റെ ഇടയിലാണ് കെ. അങ്ങനെയാണെങ്കിൽ ആ കെന് ഒരു കെ ഇമേജ് കിട്ടുന്ന തരത്തിലൊരു സി എൻ്റെയും ബിൻ്റെ ഇടയിൽ കാണണമെന്ന് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ ജി ഓഫ് എക്സ് എടുത്തിട്ട് അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കേസ് ആയിട്ടുള്ളൂ, അതായത് എ ലെസ് ദാൻ ബി ആയിട്ടുള്ളൂ. എനേക്കാൾ വലുതാണ് ബി. ഇവിടെ എയും ബി രണ്ട് റിയൽ നമ്പറുകളാണ് ഐക്കകത്ത്. അപ്പോൾ ഒന്നുകിൽ എനേക്കാൾ വലുതാവാം ബി, അല്ലെങ്കിൽ ബിനേക്കാൾ വലുതാവാം എ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കണം. ബിനേക്കാൾ വലുത് എ ആണെങ്കിൽ നമുക്ക് ഇത് തന്നെ പ്രൂവ് ചെയ്യണം, ഇങ്ങനെ പ്രൂവ് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ കേസിലേക്ക് നോക്കാം. കേസ് 2 നോക്കുകയാണെങ്കിൽ ബി ലെസ് ദാൻ എ, അതാണ് അടുത്ത കേസ്. നമ്മൾ എ ലെസ് ദാൻ ബി ആകുമ്പോൾ നമ്മൾ എഫ് ഓഫ് എൻ്റെയും എഫ് ഓഫ് ബിൻ്റെയും ഇടയിൽ കെ എടുത്താൽ ആ കെ ഇമേജ് ആവുന്ന തരത്തിലൊരു സി എൻ്റെയും ബിൻ്റെ ഇടയിൽ കിട്ടി അല്ലേ. രണ്ടാമത്തെ കേസ് ബി ലെസ് ദാൻ എ ആണ്. ബിനേക്കാൾ വലുതാണ് എ. കാരണം നമുക്ക് തന്നത് എയും ബി രണ്ട് റിയൽ നമ്പർ എന്നേ ഉള്ളൂ, ഐക്യകത്തുള്ള രണ്ട് റിയൽ നമ്പറുകളാണ്. അപ്പോൾ ഒന്നുകിൽ എ ലെസ് ദാൻ ബി ആവാം, അല്ലെങ്കിൽ ബി ലെസ് ദാൻ എ ആവാം. അപ്പോൾ രണ്ടാമത്തെ കേസ് ബി ലെസ് ദാൻ എ ആണെന്ന് അസ്യൂം ചെയ്യാം. കൂടാതെ നമുക്ക് ഇവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആ തന്നിട്ടുണ്ട്, ഞാൻ എടുത്ത് എഴുതുന്നില്ല. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എഫ് ഓഫ് എ ലെസ് ദാൻ കെ ലെസ് ദാൻ എഫ് ഓഫ് ബി. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഞാനിവിടെ സ്ഥലത്തിൻ്റെ മൂലം ആ പോയിന്റ് മാത്രം എടുത്ത് എഴുതുന്നത് മാത്രം. എഫ് കണ്ടിന്യൂസ് ആണ്. എഫ് ഓഫ് എ ലെസ് ദാൻ കെ ലെസ് ദാൻ എഫ് ഓഫ് ബി. നമുക്ക് തന്നെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ വരച്ച പോലെ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഐ, ഞാൻ നേരത്തെ പറഞ്ഞു ഐ എന്നുള്ളത് ഇൻ്റർവെല്ലിൽ മാത്രമാണ്. ഇനി ബിനേക്കാൾ വലുതാണ് എ. ബിനേക്കാൾ വലുതാണ് എ എങ്കിൽ നമ്മൾ ഇവിടെ ബി എന്ന് മാർക്ക് ചെയ്യണം, അപ്പുറത്ത് കൊണ്ടായിട്ട് എയും മാർക്ക് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ബിനേക്കാൾ വലുതാണ് എ. പക്ഷെ ഇവിടെ വലുത് എഫ് ഓഫ് ബി തന്നെ കേട്ടോ. എഫ് ഓഫ് എനേക്കാൾ വലുത് കെ, കെനേക്കാൾ വലുത് എഫ് ഓഫ് ബി ആണ്. നമ്മൾ റഫായിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ ആവണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇത് കീപ്പ് ചെയ്യണം. എഫ് ഓഫ് എനേക്കാൾ വലുതായിരിക്കണം കെ, എന്നേക്കാൾ വലുതായിരിക്കണം എഫ് ഓഫ് ബി. അപ്പോൾ ഇത് നമുക്ക് എഫ് ഓഫ് ബി ആയിട്ട് മാർക്ക് ചെയ്യാം, ഇത് എഫ് ഓഫ് എ ആയിട്ട് മാർക്ക് ചെയ്യാം. അതിനിടയിലൊരു പോയിന്റ് കെ, ഇടയിലുള്ള പോയിന്റാണ് കെ. നമ്മൾ തൊട്ട് മുൻപത്തെ, അതായത് ഇതിൻ്റെ പാർട്ട് 1 എ ലെസ് ദാൻ ബി, ആ കേസിൽ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. ആ ഫംഗ്ഷൻ ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം എന്ന കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ അതിലൂടെയാണ് പ്രൂവ് ചെയ്യാൻ പോകണം. നമുക്ക് ആ പുതിയ ഫംഗ്ഷനെ എച്ച് ഓഫ് എക്സ് എന്ന് വിളിക്കാം. എച്ച് ഓഫ് എക്സ് എന്ന് വിളിക്കാം. എച്ച് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ നമ്മൾ എച്ച് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. നോക്കിക്കോളൂ, നമുക്കറിയാം ഇതാണ് എഫ് ഓഫ് എക്സ്, ഇതാണ് എഫ് ഓഫ് എക്സ് അല്ലേ. ഈ ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ്. ഈ എഫ് ഓഫ് എക്സുകളെ നമുക്കറിയാം ഐക്യകത്തെ, ഇത് ഇൻ്റർവെൽ ഐ ആണ്, ഐക്യകത്തെ എക്സുകൾക്ക് വരുന്ന എഫ് ഓഫ് എക്സുകളാണല്ലോ ഇത്, ഇവയെല്ലാം. ഈ ഓരോ എഫ് ഓഫ് എക്സുകളെയും മൈനസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് മൈനസ് എഫ് ഓഫ് എക്സ് എടുക്കുക. മൈനസ് എഫ് ഓഫ് എക്സ് എടുത്താൽ നമ്മളിപ്പോൾ വരച്ച ചിത്രപ്രകാരം മോളിലാണ് എഫ് ഓഫ് എക്സ് എങ്കിൽ മൈനസ് എഫ് ഓഫ് എക്സ് താഴെ വരിക. നമുക്കറിയാം ചിത്രം എങ്ങനെ ആയിരിക്കും വരിക. നമുക്കറിയാം ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് 10 യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ, അതായത് ഒരു എഫ് ഓഫ് എക്സ് 10 ആണെങ്കിൽ മൈനസ് 8 മൾട്ടിപ്ലൈ ചെയ്താൽ -10 വരിക, നേരെ പുറത്താണ് വരിക. ഇവിടുന്ന് അങ്ങോട്ട് 3 ഉള്ളൂ എങ്കിൽ മൈനസ് എഫ് ഓഫ് എക്സ്, ഏതൊരു എഫ് ഓഫ് എക്സ് 3 ഉള്ളൂ എങ്കിൽ മൈനസ് എഫ് ഓഫ് എക്സ് ആകുമ്പോൾ -3 വരും. അതായത് അതിന് ഫിഗർ ഏകദേശം ഇങ്ങനെ വരും, ഇങ്ങനെ വരും ഏകദേശം അല്ലേ. ഇതിനൊക്കെ നെഗറ്റീവായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെ വരും. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ നോക്കും, ഇവിടുന്ന് അങ്ങോട്ട് 20 ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും -7 മൾട്ടിപ്ലൈ ചെയ്താൽ -20 പറഞ്ഞാൽ അത്രയും താഴത്തേക്ക് വരണ്ടേ. ഇവിടുന്ന് അങ്ങോട്ട് 10 ഉള്ളൂ എങ്കിൽ -7 മൾട്ടിപ്ലൈ ചെയ്താൽ താഴേക്ക് അത്ര തന്നെ താഴേക്ക് വരുള്ളൂ, -10. ഇങ്ങോട്ട് 10 ആണെങ്കിൽ നേരെ അത്ര തന്നെ ഡിസ്റ്റൻസ് താഴോട്ട് -10, ശരിയല്ലേ. അപ്പോൾ ഈ എഫ് ഓഫ് എക്സുകളെല്ലാം നമ്മൾ -8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതാ കിട്ടുക. അപ്പോൾ ഇതിൻ്റെ പേര് നമുക്ക് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പേര് കൊടുക്കാം, മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അങ്ങനെ തന്നെ സംഭവിക്കുക. ഇത് കെ ആണെങ്കിൽ നമ്മളതിനെ -7 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങോട്ട് താഴേക്ക് വരുമ്പോൾ അത് -k ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് -k, ഡിസ്റ്റൻസ് അല്ല, ഈ ഭാഗം -k ആയിരിക്കും. -k എന്നുള്ളതിലാണ് വരിക. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഹൈറ്റ് k ആണെങ്കിൽ താഴോട്ടുള്ള ദൂരം പറയുമ്പോൾ നെഗറ്റീവ് പറയാത്തതുകൊണ്ട് താഴോട്ടുള്ള ദൂരവും k തന്നെ ആയിരിക്കും അല്ലേ. നമ്മൾ അതിൻ്റെ മൈനസ് എടുക്കുമ്പോൾ ഇങ്ങോട്ടാണ് വരിക. ഇവിടുന്ന് അങ്ങോട്ട് k ആണെങ്കിൽ -k എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡിസ്റ്റൻസ് ഉള്ളത് k ആയിരിക്കും, ഈ ഡിസ്റ്റൻസ് k ആയിരിക്കും, ശരിയല്ലേ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അപ്പോൾ നമ്മൾ മൈനസ് എഫ് ഓഫ് എക്സ് എടുത്തു, മൈനസ് എഫ് ഓഫ് എക്സ് എടുത്ത് ഇതാണ് നമ്മൾ മൈനസ് എഫ് ഓഫ് എക്സ്. ഈ മൈനസ് എഫ് ഓഫ് എക്സിനോട് കൂടി എല്ലാ മൈനസ് എഫ് ഓഫ് എക്സിനോട് കൂടി k ആഡ് ചെയ്യാണ്. എല്ലാ മൈനസ് എഫ് ഓഫ് എക്സിനോട് കൂടി ഞാൻ k ആഡ് ചെയ്യുമ്പോൾ
ഇവിടെ നമുക്കറിയാം ഈ ദൂരം കെ ആണെങ്കിൽ വീണ്ടും കെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ എത്തും. അപ്പോൾ ആ ചിത്രം ഏകദേശം എങ്ങനെ വരും? ചിത്രം നമ്മൾ കെ ആഡ് ചെയ്ത് പോകുമ്പോൾ ഞാൻ ഇത് അങ്ങോട്ട് കെ ഡിസ്റ്റൻസ് വരയ്ക്കുകയാണ്. ഇങ്ങനെ വരും, ഈ രൂപത്തിലാണ് വരിക. കെ യൂണിറ്റ് വരയ്ക്കുമ്പോൾ ഈ രൂപത്തിൽ വരും. അപ്പോൾ ഞാൻ മുകളത്തെ മായ്ക്കുകയാണേ, മുകളത്തെ മായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരും, ഇങ്ങനെ വരും. കെ ആഡ് ചെയ്താണ്, ഇതാണ് മൈനസ് എഫ് ഓഫ് എക്സ്. ഈ മൈനസ് എഫ് ഓഫ് എക്സിനോട് കൂടി ഇത് കെ യൂണിറ്റ് ആണ്. കെ ആഡ് ചെയ്യാണ്, എല്ലാ പോയിന്റോടുകൂടിയും കെ ആഡ് ചെയ്യാണ്. ഓക്കെ, കെ ആഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ കർവ് കെ യൂണിറ്റോടുകൊണ്ട് ഉയരും അല്ലേ? എല്ലാ ഇതും കെ ആവും. എഫ് ഓഫ് എക്സ് മൈനസ് കെ, ഇത് മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ മൈനസ് എഫ് ഓഫ് എക്സിലെ ഓരോ മൈനസ് എഫ് ഓഫ് എക്സിനോട് കൂടിയും കെ ആഡ് ചെയ്യുമ്പോൾ കെ ആഡ് ചെയ്യണം, ആഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതാ വരിക, ഇങ്ങനെ ഒരു കർവാണ് വരിക. അതായത് കെ ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന കർവിനെ ഞാൻ ഒരു കെ യൂണിറ്റ് ഉയർത്തി, കെ യൂണിറ്റ് എല്ലായിടത്തും ഒരേപോലെ ഉയർത്തി. അപ്പോൾ നമ്മൾ ഇങ്ങനെ കിട്ടും. അതായത് പുതിയ ഫംഗ്ഷൻ്റെ പേര് മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് കെ എന്ന് വരും. അതായത് ഇതാണ് മൈനസ് എഫ്, ആദ്യം ഇങ്ങനെയായിരുന്നു എഫ് ഓഫ് എക്സ് വരുന്നത്. ആ എഫ് ഓഫ് എക്സിൻ്റെ മൈനസ് എടുത്തു, അപ്പോൾ മൈനസ് എഫ് ഓഫ് എക്സ് ഇങ്ങനെ വരും. ആ മൈനസ് എഫ് ഓഫ് എക്സിനോട് ഒരു കെ ആഡ് ചെയ്തു, കെ ഉയരം ഉയർത്തി. എല്ലാ മൈനസ് എഫ് ഓഫ് എക്സിനോട് കൂടിയും ഞാൻ കെ യൂണിറ്റ് ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഉയരും. ഇതാണ് മൈനസ് എഫ് ഓഫ് എക്സ് എങ്കിൽ ഒരു കെ യൂണിറ്റ് ഉയരും, എല്ലായിടത്തും ഒരേപോലെ ഉയരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് കെ. അപ്പോൾ അതിനെയാണ് നമ്മൾ എച്ച് ഓഫ് എക്സ് എന്ന് വിളിക്കാൻ പോകുന്നത്, എച്ച് ഓഫ് എക്സ്. അപ്പോൾ എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് കെ അല്ലെങ്കിൽ കെ മൈനസ് എഫ് ഓഫ് എക്സ്, കെ മൈനസ് എഫ് ഓഫ് എക്സ് അങ്ങനെ വിളിക്കാം, കെ മൈനസ് എഫ് ഓഫ് എക്സ്. ക്ലിയർ അല്ലേ? അപ്പോൾ അതൊക്കെ മാറ്റുണ്ട്. ഇത് മൈനസ് എഫ് ഓഫ് എക്സ് ആയിരുന്നു, അപ്പോൾ ഇങ്ങനെ വരും. ഇതാണ് നമ്മുടെ എച്ച് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ, പുതിയ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനാണ് എച്ച് ഓഫ് എക്സ്. എച്ച് ഓഫ് എക്സ് ഈക്വൽസ് കെ മൈനസ് എഫ് ഓഫ് എക്സ്, കെ മൈനസ് എഫ് ഓഫ് എക്സ്. എച്ച് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഇതാണ്. ക്ലിയർ ആണല്ലോ? ഇവിടെ നമുക്ക് അങ്ങനെ എഴുതാം. എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കെ മൈനസ് എഫ് ഓഫ് എക്സ്. എച്ച് ഓഫ് എക്സ് ഈക്വൽസ് കെ മൈനസ് എഫ് ഓഫ് എക്സ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എച്ച് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ലൊക്കേഷൻ ഓഫ് റൂട്ട് സീറോ സാറ്റിസ്ഫൈ ചെയ്യണ്ടോ നോക്കണം അല്ലേ? എച്ച് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആവണം, കൂടാതെ ലെഫ്റ്റ് ഹാൻഡ് നെഗറ്റീവ്, റൈറ്റ് ഹാൻഡ് പോസിറ്റീവ്, ആ കണ്ടീഷൻസ് ഒക്കെ നോക്കാം. ഇവിടെ എച്ച് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണോ? കണ്ടിന്യൂസ് ആണ്. കാരണം നമ്മൾ ആദ്യത്തെ കേസ് പറഞ്ഞില്ലേ, എ ലെസ് ദാൻ ബിന്റെ കേസിൽ എന്താ പറഞ്ഞത്? ജി ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ റീസൺ തന്നെയാണ് ഇവിടെ. കാരണം എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് എന്ന് തന്നിട്ടുണ്ട്. കെ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. കെ എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുമ്പോൾ കെ എന്നുള്ളത് കണ്ടിന്യൂസ്, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. നമ്മൾ പഠിച്ചു രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന്റെ ഡിഫറൻസ് കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് എച്ച് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്. എച്ച് ഈസ് കണ്ടിന്യൂസ്, എച്ചും കണ്ടിന്യൂസ് ആണ് ഓൺ ഐ. എച്ച് എന്നതും കണ്ടിന്യൂസ് ആണ്. എഫ് കണ്ടിന്യൂസ് ആണ്, കെ എന്നുള്ളത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, എച്ചും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ലൊക്കേഷൻ റൂട്ട് സീറത്തിന്റെ ആദ്യത്തെ കണ്ടീഷൻ റെഡി ആയി. എച്ച് കണ്ടിന്യൂസ്, എഫ് കണ്ടിന്യൂസ് ആവണമെന്നാണ്. അപ്പോൾ എച്ച് കണ്ടിന്യൂസ്. ഇനി നമുക്ക് ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് നോക്കാം. ഇവിടെ ലെഫ്റ്റ് ബി ആണ് പോയിന്റ്. അപ്പോൾ എച്ച് ഓഫ് ബി നോക്കാം. എച്ച് ഓഫ് ബി എന്നുള്ളത് നോക്കാം. എച്ച് ഓഫ് ബി. അപ്പോൾ നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് ബി കൊടുത്താൽ മതി. എക്സിന്റെ സ്ഥാനത്ത് ബി കൊടുത്താൽ എന്ത് കിട്ടും? എച്ച് ഓഫ് ബി എന്ന് പറഞ്ഞാൽ കെ മൈനസ് എഫ് ഓഫ് ബി എന്ന് കിട്ടും. എക്സ് കാണുന്ന സ്ഥലത്ത് ബി കൊടുത്താൽ എച്ച് ഓഫ് ബി ഈക്വൽസ് കെ മൈനസ് എഫ് ഓഫ് ബി. അപ്പോൾ കെ മൈനസ് എഫ് ഓഫ് ബിന് ചിഹ്നം എന്താണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതിന് നമ്മൾ ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എഫ് ഓഫ് എ ലെസ് ദാൻ കെ ലെസ് ദാൻ എഫ് ഓഫ് ബി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ പാർട്ട് മാത്രം എടുക്കുക. കെ ലെസ് ദാൻ എഫ് ഓഫ് ബി, കെ ലെസ് ദാൻ എഫ് ഓഫ് ബി ഇതെടുക്കുക. ഇതിന് രണ്ട് സൈഡിലും എഫ് ഓഫ് ബി സബ്ട്രാക്ട് ചെയ്യാം. രണ്ട് സൈഡിലും എഫ് ഓഫ് ബി സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എന്താ വരിക? കെയിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുക എഫ് ഓഫ് ബി, എഫ് ഓഫ് ബിയിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 0 വരും. അപ്പോൾ രണ്ട് സൈഡിൽ എഫ് ഓഫ് ബി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ എൽ എച്ച് എസ് കെ മൈനസ്, അതായത് ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് കെ മൈനസ് എഫ് ഓഫ് ബി ആവും, റൈറ്റ് സൈഡ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് ബി 0 ആയി മാറും. അപ്പോൾ കെ മൈനസ് എഫ് ഓഫ് ബി നെഗറ്റീവ് ആണ്, ലെസ് ദാൻ 0 അല്ലേ? കെ മൈനസ് എഫ് ഓഫ് ബി ലെസ് ദാൻ 0 കിട്ടി. ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. ബിന്റെ ഇമേജ് ആയിട്ടുള്ള എച്ച് ഓഫ് ബി, ഇവിടെ എച്ച് ഓഫ് ബി നെഗറ്റീവ് ആണ്. ഇതാണ് എച്ച് ഓഫ് ബി എന്ന് പറഞ്ഞാൽ. എച്ച് ഓഫ് ബി എക്സ് ആക്സിന് താഴെയാണ്, നെഗറ്റീവ് ആണ്. ഇനി എച്ച് ഓഫ് എ നോക്കാം. എച്ച് ഓഫ് എ എങ്ങനെ വരിക? നമ്മൾ എച്ച് ഓഫ് എക്സ് ഈക്വൽസ് കെ മൈനസ് എഫ് ഓഫ് എക്സിൽ എക്സിന്റെ സ്ഥാനത്ത് എ കൊടുക്കുക. എച്ച് ഓഫ് എക്സ് ഈക്വൽസ് കെ മൈനസ് എഫ് ഓഫ് എക്സ്, കെ മൈനസ് എഫ് എക്സ് അല്ല സോറി, എച്ച് ഓഫ് എ ഈക്വൽസ് കെ മൈനസ് എഫ് ഓഫ് എ, എക്സിന്റെ സ്ഥാനത്ത് എ കൊടുക്കുക. മനസ്സിലായിട്ടോ? എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കെ മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എച്ച് ഓഫ് എ എന്ന് പറഞ്ഞാൽ കെ മൈനസ് എഫ് ഓഫ് എ, അത് എഴുതി. എന്നിട്ട് നമ്മൾ ഈ പാർട്ട് എടുക്കുക. ഇതിന്റെ ചിഹ്നം മനസ്സിലാക്കാൻ വേണ്ടി എഫ് ഓഫ് എ ലെസ് ദാൻ കെ എന്നുള്ള ഭാഗം എടുക്കുക അല്ലേ? എഫ് ഓഫ് എ ലെസ് ദാൻ കെ എടുക്കുക. എഫ് ഓഫ് എ ലെസ് ദാൻ കെ എന്നുള്ള പാർട്ട് എടുക്കുക. രണ്ട് സൈഡിലും എഫ് ഓഫ് എ സബ്ട്രാക്ട് ചെയ്യുക.
ഇതിൻ്റെ രണ്ട് സൈഡിലും എഫ് ഓഫ് എ സബ്ട്രാക്ട് ചെയ്യുക. എഫ് ഓഫ് എന്ന് എഫ് ഓഫ് എ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 വരും. എഫ് ഓഫ് എയിൽ നിന്ന് എഫ് ഓഫ് എ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 വരും. കെയിൽ നിന്നും എഫ് ഓഫ് എ സബ്ട്രാക്ട് ചെയ്യും. ക്ലിയർ? അപ്പോൾ കെ മൈനസ് എഫ് ഓഫ് എ എന്നുള്ളത് പോസിറ്റീവാണ് അല്ലേ? കെ മൈനസ് എഫ് ഓഫ് എ എന്നുള്ളത് പോസിറ്റീവാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇത് എ ആണ്, ഇത് ബി, ഇത് എ ആയിരുന്നു. അപ്പോൾ നമുക്ക് എച്ച് ഓഫ് എ എന്നുള്ളത് പോസിറ്റീവാണ്. എച്ച് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇതാണ് എച്ച് ഓഫ്, ഇത് എച്ച് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷനാണ്. എച്ച് ഓഫ് എ പോസിറ്റീവും എച്ച് ഓഫ് ബി നെഗറ്റീവ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് നെഗറ്റീവ്, റൈറ്റ് ഹാൻഡ് പോസിറ്റീവ് ആണ്. ക്ലിയർ അല്ലേ? പിന്നെ എച്ച് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, ബ്രേക്ക് ഇല്ല അല്ലേ? അപ്പോൾ ലൊക്കേഷൻ റൂൾസ് തിയറി പ്രകാരം തീർച്ചയായിട്ടും ഇതെന്തായാലും എക്സ് ആക്സിനെ കട്ട് ചെയ്ത് പോകണമല്ലോ. അപ്പോൾ ആ പോയിന്റ് നമ്മൾ സി എന്ന് ഡിനോട്ട് ചെയ്യുക. അതായത് ലൊക്കേഷൻ തിയറി പ്രകാരം പറയണത് എന്താ? അങ്ങനെയാണെങ്കിൽ then there exists എന്ത് എക്സിസ്റ്റ് ചെയ്യും? ഒരു സി എക്സിസ്റ്റ് ചെയ്യും. എവിടെ എക്സിസ്റ്റ് ചെയ്യും? ഇവിടെ പറയുമ്പോൾ ബിൻ്റെ എൻ്റെ ഇടയിലാണ് അല്ലേ? ബിൻ്റെയും എൻ്റെ ഇടയിൽ, ബിൻ്റെയും എൻ്റെ ഇടയിൽ, ബിൻ്റെയും എൻ്റെ ഇടയിൽ ഒരു സി കാണാം. എങ്ങനെ കാണാം? എച്ച് ഓഫ് സി, എച്ചിനാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. സച്ച് ദാറ്റ് എങ്ങനെ കാണാം? എച്ച് ഓഫ് സി 0 ആവുന്ന തരത്തിൽ, എച്ച് ഓഫ് സി 0 ആവുന്ന തരത്തിൽ. ശരിയല്ലേ? എച്ച് എന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. എച്ചിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് നെഗറ്റീവും എച്ചിൻ്റെ റൈറ്റ് ഹാൻഡ് പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും എക്സ് ആക്സിനെ കട്ട് ചെയ്യും. അപ്പോൾ ആ പോയിന്റാണ് നമ്മൾ സി എന്ന് മാർക്ക് ചെയ്യാറ്. അങ്ങനെ ഒരു സി എക്സിസ്റ്റ് ചെയ്യും. എങ്ങനെ എക്സിസ്റ്റ് ചെയ്യും? എച്ച് ഓഫ് സി ഈക്വൽ ടു 0. ഇനി എച്ച് ഓഫ് സി കണ്ടാൽ മതി. എച്ച് ഓഫ് സി എന്നുള്ളത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. എക്സിൻ്റെ സ്ഥാനത്ത് സി കൊടുക്കുക. അപ്പോൾ എച്ച് ഓഫ് സി എന്ന് പറഞ്ഞാൽ കെ മൈനസ് എഫ് ഓഫ് സി എന്നാണ്. എച്ച് ഓഫ് സി എന്ന് പറഞ്ഞാൽ കെ മൈനസ് എഫ് ഓഫ് സി എന്നാണ്. ആ എച്ച് ഓഫ് സി എന്താണ്? 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് കെ മൈനസ് എഫ് ഓഫ് സി ഈക്വൽ 0. അതൊന്ന് കെ ഈക്വൽസ് എഫ് ഓഫ് സി അല്ലെങ്കിൽ എഫ് ഓഫ് സി ഈക്വൽസ് കെ. ഇപ്പോൾ നമുക്ക് ബിൻ്റെയും എൻ്റെയും ഇടയിലൊരു സി കിട്ടി. എങ്ങനെ കിട്ടി? എഫ് ഓഫ് സി കെ ആവുന്ന തരത്തിൽ. ക്ലിയർ അല്ലേ? നമ്മൾ എഫ് ഇവിടെ വരച്ചിട്ടുണ്ടായിരുന്നു, ആ കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എഫ് ഓഫ് സി കെ ആവുന്ന തരത്തിൽ കിട്ടി. ക്ലിയർ? അപ്പോൾ എഫ് ഓഫ് സി ഈക്വൽ ടു കെ ആവുന്ന തരത്തിൽ ഈ എൻ്റെയും ബിൻ്റെയും ഇടയിൽ, അല്ലെങ്കിൽ ഇവിടെ പറയുമ്പോൾ ബിൻ്റെയും എൻ്റെയും ഇടയിൽ ഒരു സി എക്സിസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? രണ്ട് കേസിലും എ ബി എന്നുള്ള രണ്ട് റിയൽ നമ്പറിൻ്റെ ഇടയിൽ, എൻ്റെയും ബിൻ്റെയും ഇടയിൽ, എൻ്റെയും ബിൻ്റെയും എയും എ ആവാം വലുത്, എ ആവാം ചെറുത്, എങ്ങനെയെന്ന് നമുക്ക് പറയാം. രണ്ട് കേസിൽ നമുക്ക് പ്രൂവ് ചെയ്യണം. എന്നാലും എൻ്റെയും ബിൻ്റെയും ഇടയിൽ നമുക്ക് ഒരു സി എക്സിസ്റ്റ് ചെയ്തു. എങ്ങനെ എക്സിസ്റ്റ് ചെയ്തു? ഈ സിൻ്റെ ഇമേജ് കെ ആവുന്ന തരത്തിൽ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് തന്ന കണ്ടീഷൻ ഐ എന്നുള്ളത് ഒരു ഇൻ്റർവെല്ലാണ്. ഐയിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന എഫ് ഐയിലൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഐന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഐക്കകത്ത് രണ്ട് എലമെൻറ്റുകളായി എയും ബിയും. കൂടാതെ കെ എന്നുള്ളൊരു റിയൽ നമ്പർ എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നു? എഫ് ഓഫ് എ ലെസ് ദാൻ കെ ലെസ് ദാൻ എഫ് ഓഫ് എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എങ്കിൽ ഐക്കകത്ത് എൻ്റെയും ബിൻ്റെയും ഇടയിലായിട്ട്, എ ബി എന്നുള്ള രണ്ട് റിയൽ നമ്പറിൻ്റെ ഇടയിലായിട്ട് നമുക്കൊരു സി കാണാം. സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഈക്വൽ ടു കെ. ക്ലിയർ ആയോ? ഇതിൻ്റെ തിയറത്തിൻ്റെ പേരാണ് ബോൾസാനോസ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.